പ്രമുഖ ഓൺലൈൻ വാർത്താ വെബ്സൈറ്റായ ആപ്ക ടൈംസ് പ്രസിദ്ധീകരിച്ച പട്ടികയിലാണ് തഹ്ലിയ ഒന്നാമതെത്തിയത്. ജീവിതത്തിൽ തിരഞ്ഞെടുത്ത നിലപാടുകളും ആശയങ്ങളും ലളിതമായി വികസിപ്പിച്ചെടുത്ത് ഹരിത എന്ന വനിതാ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിന് തഹ്ലിയ വഹിച്ച പങ്ക് ചെറുതല്ല. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിലെ ബിരുദാനന്തര ബിരുദ പഠനത്തോടൊപ്പം ഇന്ത്യയെമ്പാടുമുള്ള വിദ്യാർത്ഥിനികളുടെ വിവിധ വിഷയങ്ങളിൽ സജീവ ഇടപെടലുകളുമായാണ് തഹ്ലിയ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ക്രിയാത്മക ചുവടുവെപ്പുകളുമായി ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതും. കോഴിക്കോട് ലോ കോളേജിലെ നിയമപഠനകാലം മുതലേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ഇവർ വക്കീൽ കുപ്പായം അണിഞ്ഞോടെ വിവിധ വിഷയങ്ങളിൽ സ്ത്രീ സൗഹൃദ നിലപാടുകളുമായി മുൻപന്തിയിലുണ്ടായിരുന്നു. CBSE പരീക്ഷയുടെ ഡ്രസ് കോഡ് വിഷയം, ന്യൂനപക്ഷ വിദ്യാർത്ഥിനികൾക്ക് നേരെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവ ഉന്നത നിയമപീഠത്തിന് മുന്നിലെത്തിക്കാൻ ഫാത്തിമയ്ക്ക് കഴിഞ്ഞു. സ്വാശ്രയ മാനേജ്മെന്റ് കൊള്ളയ്ക്കെതിരെയും ഇവർ പ്രതികരിച്ചു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന കാലഘട്ടത്തിൽ MSFന്റെ വിദ്യാർത്ഥിനി വിഭാഗമായ ഹരിതയുടെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പയിൻ നിശബ്ദരാവില്ല നേരിന്റെ പെൺപക്ഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. വസ്ത്രസ്വാതന്ത്ര്യത്തിന് പോലും വിലക്കേർപ്പെടുത്തിയ നീറ്റ് പരീക്ഷയ്ക്കെതിരെ നടത്തിയ പോരാട്ടം കേരളത്തിലെ വിദ്യാർത്ഥിനി സമൂഹം കയ്യടികളോടെയാണ് സ്വീകരിച്ചത്. അടുത്തിടെ ഈരാറ്റുപേട്ടയിലെ അരുവിത്തറ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥിനികളുടെ യൂണിഫോം അശ്ലീലമായി എന്ന പരാതിയുമായി ആദ്യം രംഗത്തുവന്നതും ഈ വിദ്യാർത്ഥിനി നേതാവാണ്. ഇന്ത്യയിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വിദ്യാർത്ഥിനി നേതാക്കളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് JNUവിലെ ഗവേഷക വിദ്യാർത്ഥിനിയും ABVP നേതാവുമായ ജാൻഹ്വി ഓഹ്ജയാണ്. മൂന്നാമതുള്ള കവാൽ പ്രീത് കൗർ ICയുടെ ഡൽഹി യൂണിവേഴ്സിറ്റി ഘടകം അധ്യക്ഷയാണ്. ഇനിയും ഏറെ ദൂരം താണ്ടാനുണ്ട്. ദേശീയ തലത്തിൽ വിദ്യാർത്ഥിനി പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള യാത്രകളിലാണ് താനിപ്പോൾ. ആപ്ക ടൈംസ് നൽകിയ അംഗീകാരത്തിൽ സന്തോഷമുണ്ട്. അതിനേക്കാൾ സന്തോഷം നൽകിയത് ഇന്ത്യയിലെ വിദ്യാർത്ഥിനികളാണ്, തഹ്ലിയ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.